ഈസി ഓർക്കിഡ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നഫീസ റഹ്മത്തുള്ള. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈസി ഓർക്കിഡ്സ് കൊടുക്കുന്ന മീഡിയം പ്ലാന്റ്സ് 300 രൂപയുടെ പ്ലാന്റ്സ് ആണ്. ഇത് മീഡിയം പ്ലാന്റ്സും മെച്ചൂർഡ് പ്ലാന്റ്സ് മെച്ചൂർഡ് പ്ലാന്റ്സ് 400 രൂപയുടെ. ഇത് ഈസി ഓർക്കിഡ്സ് ഈ കൊടുത്ത പ്ലാന്റ്സിൻ്റെ വളപ്രയോഗങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഈ മീഡിയം പ്ലാന്റ്സിന് ഇപ്പോൾ നമ്മൾക്ക് ആവശ്യം ഗ്രോഡ മരുന്നാണ് കൊടുക്കുന്നത്. അതായത് നൈട്രജൻ കൂടുതലുള്ളതും ഫോസ്ഫറസുമാണ് മീഡിയം പ്ലാന്റ്സിന് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ പറഞ്ഞാൽ 30-10-10 മറക്കണ്ട. 30-10-10. പിന്നെ കമ്പനി പലതുണ്ട്, മിറാക്കിളുണ്ട്, ഗ്രീൻ കയർ ഉണ്ട്, അങ്ങനെ പലതും. കമ്പനിയിലൊന്നല്ല പ്രശ്നം, നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ കോമ്പിനേഷനാണ് 30-10-10. ഓക്കെ, അത് മനസ്സിലായല്ലോ. ആഴ്ചയിൽ ഒരിക്കലാണ് 30-10-10 കൊടുക്കേണ്ടത്. അതിൻ്റെ അളവ് 1 ഗ്രാം 1 ലിറ്റർ വാട്ടറിൽ വെച്ചിട്ടാണ്. 1 ലിറ്റർ കണക്കാക്കിയിട്ട് ഒരാഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുക. മെച്യൂർഡ് പ്ലാന്റ്സിന് കൂടുതൽ ആവശ്യം ഫോസ്ഫറസും പൊട്ടാഷുമാണ്. അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് 13-27-27. ആഴ്ചയിൽ ഒരിക്കൽ മെച്യൂർഡ് പ്ലാന്റ്സിന് കൊടുക്കണം. മനസ്സിലായല്ലോ. പിന്നീട് വരുന്ന ആഴ്ചയിൽ ഇവർക്കൊരു ബാലൻസ് ആയിട്ടുള്ളത് കൊടുക്കണം. അതായത് 19-19 പിന്നീട് വരുന്ന ആഴ്ചയിൽ 19-19 1 ഗ്രാം 1 ലിറ്റർ വാട്ടറിൽ സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്യുമ്പോൾ ഇലമലും വേരുകളിലും ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്, ഇലയുടെ അടിയിൽ അങ്ങനെയൊക്കെ സ്പ്രേ ചെയ്യണം. മെച്ചൂർഡ് പ്ലാന്റ്സിനും അതുപോലെ തന്നെ പിന്നീട് വരുന്ന ആഴ്ചയിൽ നമ്മൾ ബാലൻസ് തന്നെ കൊടുക്കുക. 19-19 തന്നെ കൊടുക്കുക. ഈ പറഞ്ഞ അളവിൽ തന്നെ കൊടുക്കുക. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ മെച്ചൂർഡ് പ്ലാന്റ്സിനായാലും ഈ മീഡിയം പ്ലാന്റ്സിനായാലും എപ്പോഴും മാസത്തിൽ കൊടുക്കേണ്ട വളങ്ങളെ പറ്റി പറയാം. മാഗ്നീഷ്യം സൾഫേറ്റ്, അതായത് നമ്മളുടെ എപ്സം സോൾട്ട്, അത് ഈ 2 പ്ലാന്റ്സിനും മാസത്തിലൊരിക്കൽ കൊടുക്കണം. 1 ഗ്രാം 1 ലിറ്ററിൽ വെച്ചിട്ട്. പിന്നെ കൊടുക്കേണ്ടത് മാസത്തിലൊരിക്കൽ കാൽസ്യം നൈട്രേറ്റ്, അതും 1 ഗ്രാം വെച്ച് 1 ലിറ്റർ വെച്ചിട്ട് കൊടുക്കണം. മാസത്തിൽ മാറി ഓരോ മാസവും മാറി കൊടുക്കണം കേട്ടോ. ഓക്കെ, അതപ്പോൾ മനസ്സിലായല്ലോ. മാഗ്നീഷ്യം സൾഫേറ്റ് ഇവർക്ക് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ വെളിച്ചത്തെ ആഗിരണം ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലവറുകൾ നല്ല ഡാർക്ക് കളർ വരും. പിന്നെ മാഗ്നീഷ്യം കുറയുമ്പോഴാണ് ഈ പ്ലാന്റ്സിൻ്റെ ഇലകൾക്കൊക്കെ മഞ്ഞ കളർ വരില്ലേ, അപ്പോൾ അതും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസത്തിൽ ഒരിക്കൽ മാഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാൻ പറയുന്നത്. കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുന്നുള്ള ഗുണം എന്താ വെച്ചാൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കും. പിന്നെ നല്ലൊരു പ്രതിരോധ ശക്തിയും കൂടി നൽകുന്നുണ്ട്. നല്ല ഹെൽത്തായിട്ട് പ്ലാന്റ്സുകൾ വളരുന്നുണ്ട്. പെട്ടെന്ന് മറ്റുള്ള രോഗങ്ങൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കാൽസ്യം നൈട്രേറ്റ് തീർച്ചയായും മാസത്തിലൊരിക്കൽ കൊടുക്കണം കേട്ടോ. പിന്നെ പൂക്കൾ നമുക്ക് പെട്ടെന്ന് കാണണമല്ലോ, പ്ലാന്റ്സ് മേടിച്ചാൽ മാത്രം പോരല്ലേ, പൂക്കൾ കണ്ടാലും നമുക്ക് സന്തോഷമുള്ള. അപ്പോൾ ഓക്കെ, അത് മറക്കാതെ കൊടുക്കണം. പിന്നെ നമ്മൾ മാസത്തിൽ കൊടുക്കേണ്ടത്, അത് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമ്മളൊരു സൂഡോമോണാസ് സൂഡോമോണാസ് മാസത്തിലൊരിക്കൽ 1 ലിറ്ററിൽ സ്പ്രേ ചെയ്യണം. അതപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ രാസവളങ്ങളാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. രാസവളം ഉപയോഗിച്ച് 5 ദിവസത്തിൻ്റെ ഇടവേള ഇട്ടിട്ട് വേണം ഇടാൻ, സ്പ്രേ ചെയ്യാൻ. അതുപോലെ തന്നെ പിന്നെ രാസവളം കൊടുക്കുമ്പോഴും 5 ദിവസം കഴിഞ്ഞതിന് ശേഷം കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.